അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ സംശുദ്ധമാക്കി അവന്റെ സന്നിധിയിൽ സദാ നിലകൊള്ളുന്ന സംശുദ്ധ ഹൃദയങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടെ കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു വെച്ചത്, അത്യുന്നത വിജയം കൈവരിക്കാൻ കവാടങ്ങളിലൂടെ ആദ്യം പ്രവേശിക്കണം. അപ്പോ ഇന്നത്തെ വിഷയം പശ്ചാത്താപം. പശ്ചാത്താപം അതാണ് കവാടങ്ങളുടെ കവാടം. രക്ഷിതാവിന്റെ സമീപ സന്നിധിയിലേക്ക് അടിമ പ്രവേശിക്കുന്ന പ്രഥമ കവാടമാണ് തൗബ അഥവാ പശ്ചാത്താപം. അതിനാലാണ് പശ്ചാത്താപത്തെ കവാടങ്ങളുടെ കവാടമെന്ന് പറയുന്നത്. മഹാനായ ഷെയ്ഖ് ഖാസിമുൽ ഖാനി റഹിമഹുല്ല തുടരുന്നു, പശ്ചാത്താപം നിർബന്ധമാണ്. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നിഷ്കളങ്കമായ പശ്ചാത്താപം ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. പശ്ചാത്തപിക്കുന്നവരെയും സംശുദ്ധി വരുത്തുന്നവരെയും നിശ്ചയം അള്ളാഹു ഇഷ്ടപ്പെടുന്നു തുടങ്ങിയ ഖുർആൻ വചനങ്ങളാണ് പശ്ചാത്താപം നിർബന്ധമാണ് എന്നതിന് അടിസ്ഥാനം. പശ്ചാത്താപം നിർബന്ധമാണെന്നതിൽ പണ്ഡിതർ ഏകോപിച്ചിരിക്കുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദോഷത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയവൻ ദോഷമില്ലാത്തവനെ പോലെയാണ്. പശ്ചാത്താപം അതിനു മുമ്പുള്ള ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, പശ്ചാത്തപിച്ചവൻ അള്ളാഹുവിന്റെ സ്നേഹിതനാണ്. ഒരു ദാസൻ പശ്ചാത്തപിക്കുമ്പോൾ അവന്റെ പശ്ചാത്താപം കാരണം രക്ഷിതാവായ അള്ളാഹു അത്യധികം സന്തോഷിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്താത്തിടത്തോളം അള്ളാഹു അവന്റെ അടിമയുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. പശ്ചാത്താപ സംബന്ധമായി ഇങ്ങനെ നിരവധി ആയത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. താമസം വിന. തെറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ പശ്ചാത്തപിക്കൽ നിർബന്ധമാണ്. കാരണം ദോഷങ്ങൾ വർദ്ധിക്കലും അള്ളാഹുവിനെ അനുസരിക്കലും നിത്യമായി നിർബന്ധമായ കാര്യമാണ്. താമസം വിന തൗബ ചെയ്യൽ നിർബന്ധമാണെന്നതിന്മേലുള്ള പണ്ഡിത ഏകോപനത്തെ അല്ലാമ ഷെയ്ഖ് സനൂസി റഹ്മഹുല്ല ഉദ്ധരിച്ചിട്ടുണ്ട്. താമസം വിന പശ്ചാത്താപം നിർബന്ധമാകുമ്പോൾ തൗബ ചെയ്യാത്തവന്റെ മേൽ അത് പിന്തിക്കുന്നതിനാൽ ദോഷങ്ങൾ ഇരട്ടിക്കുന്നതാണ്. കാരണം തൗബ ഒഴിവാക്കൽ ദോഷമാണ്. തൗബ ചെയ്യാത്തവൻ രണ്ട് ദോഷത്തിനുടമയാണ്. ഒരു തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാത്തവൻ രണ്ട് ദോഷത്തിനുടമയാണെന്ന് താല്പര്യം. ഒന്ന്, തെറ്റ് പ്രവർത്തിച്ചു എന്ന ദോഷം. രണ്ട്, തൗബ ഒഴിവാക്കിയെന്ന ദോഷം. ഈ രണ്ട് തെറ്റുകളിൽ നിന്ന് ഉടനെ തൗബ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ 4 ദോഷങ്ങളുള്ളവനായി തീരും. തൗബ പിന്തിക്കും തോറും ഇങ്ങനെ വർദ്ധിച്ചു പോകും ദോഷങ്ങൾ. ഇത് നന്മകളുടെ വർധന പോലെയല്ല. കാരണം നന്മകൾ വർദ്ധിക്കുന്നത് പോലെ തിന്മകൾ വർദ്ധിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അതിന്റെ 10 ഇരട്ടി പ്രതിഫലം അവനുണ്ട്. ഒരു തിന്മ ചെയ്താൽ അതിനല്ലാതെ പ്രതിഫലമില്ല. അവൻ ദ്രോഹിക്കപ്പെടുകയില്ല. അതിഭയങ്കര മറകൾ എന്നതാണ് അടുത്ത വിഷയം. ഭക്ഷണ പാനീയ പാർപ്പിടങ്ങളെക്കാൾ അത്യധികം ആവശ്യമായതാണ് തൗബ. കാരണം ദോഷങ്ങൾ അതീന്ദ്രിയ കാര്യങ്ങൾ അറിയുന്നതിന് തടസ്സവും രക്ഷിതാവിന്റെയും അടിമയുടെയും ഇടയിലുള്ള മറകളുമാണ്. രക്ഷിതാവിന്റെയും അടിമയുടെയും ഇടയിലുള്ള അതിഭയങ്കര മറകളാണ് ദോഷങ്ങൾ. അവകൾ ഇരുൾ മുറ്റിയവയാണെന്നതാണ് കാരണം. ഇവയല്ലാത്ത പ്രകാശിത മറകൾ സാർത്ഥക സഞ്ചാരി നീക്കേണ്ടതാണെങ്കിലും അവകൾ അവനെ പൂർണ്ണമായി തടയുകയില്ല. കാരണം ദോഷങ്ങൾ അടിമയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയാകൽ തന്റെയും ലക്ഷ്യത്തിന്റെയും ഇടയിൽ മതിൽ മറയാകുന്നത് പോലെയാണ്. മതിൽ ഇടയിൽ വന്നാൽ അപ്പുറത്തുള്ള യാതൊന്നും കാണുകയില്ല. പ്രകാശിത മറകൾ പളുങ്കുകൾ പോലെയാണ്. അവയുടെ മറുപുറത്തുള്ളത് ദർശിക്കാൻ സാധിക്കും. എന്നാൽ അവയുടെ വർധനവും കുറവും അനുസരിച്ച് വ്യക്തതയ്ക്കും അവ്യക്തതയ്ക്കും വ്യത്യാസമുണ്ടാകാം. പളുങ്കുകൾ ധാരാളമായി അധികരിച്ചാൽ മറുപുറത്തുള്ളതിനെ കാണുന്നതിൽ അവ്യക്തത വരും. പക്ഷേ മതിലിന്റെ അപ്പുറത്തുള്ളതിലുള്ള അവ്യക്തത പോലെയല്ല. ഒരു രൂപമെങ്കിലും കാണും. കണ്ണുകൊണ്ട് കാണുന്നതിലുള്ളതാണ് ഈ പറഞ്ഞത്. ഹൃദയം ഇപ്രകാരമാണ്. അതായത് അഴുക്ക്, തുരുമ്പ് എന്നൊക്കെ പറയപ്പെടുന്ന ദോഷങ്ങളാവുന്ന ഇരുളുകൾ കൊണ്ട് ഹൃദയം മറയിടപ്പെട്ടാൽ ആ ഹൃദയം അതീന്ദ്രിയ പ്രകാശങ്ങളിൽ നിന്നൊന്നും കാണുകയില്ല. അങ്ങനെയാകുമ്പോൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു കൂസലുമുണ്ടാവുകയില്ല. ചെയ്ത പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ പാപ മറകൾ ഹൃദയ കണ്ണിൽ നിന്ന് നീങ്ങുകയും
അള്ളാഹുവിന്റെ പക്കലുള്ളത് കാണുകയും ചെയ്യും. അത് അവന്റെ ശിക്ഷയെ ഭയക്കാനും അവന്റെ പ്രതിഫലം പ്രതീക്ഷിക്കാനും ആരാധനകളിൽ നിത്യമാകാനും ദോഷങ്ങൾ വെടിയാനും കാരണമാവുകയും ചെയ്യും. ഈ അവസ്ഥയിൽ അവന് പ്രകാശിതമായ മറകൾ വരും. തന്റെ കർമ്മങ്ങളെ അവലംബിക്കലാണ് ആ മറകൾ. തന്റെ കഴിവുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് അവന് കരുതും. ആരാധനകളുടെ ഐശ്വര്യം കൊണ്ട് ഈ മറ നീങ്ങിയാൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് അവനെ ദോഷങ്ങളിൽ നിന്നും മുക്തമാക്കി സൽകർമ്മങ്ങളിലേക്ക് എത്തിച്ചതെന്ന് അവൻ കാണും. ഈ അനുഗ്രഹത്തിന്റെ പേരിൽ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്നും നൽകുന്നവനും തടയുന്നവനും അള്ളാഹുവാണെന്നും അള്ളാഹു ഒരുവനെ അവനിലേക്ക് അടുപ്പിക്കാൻ നന്മ ഉദ്ദേശിച്ചാൽ അവന് തഖ്വയുടെ വസ്ത്രം ധരിപ്പിക്കുമെന്നും നന്മയോ തിന്മയോ യാതൊന്നും അടിമയുടെ പക്കലില്ലെന്നും എല്ലാം അള്ളാഹുവിന്റെ അടുക്കലാണെന്നും അവൻ മനസ്സിലാക്കും. ഈ രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ പ്രകാശിത മറകൾ നീങ്ങും. പ്രകാശമറകൾ നീങ്ങിയാൽ താൻ ലക്ഷ്യം പ്രാപിച്ചു, അഥവാ അള്ളാഹുവിലേക്ക് എത്തിയെന്ന് അവൻ വിചാരിക്കും. കാരണം ആ സ്റ്റേജിൽ അത്യാനന്ദകരമായ ആത്മീയാനുഭൂതികൾ അവൻ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ അപാര അനുഗ്രഹങ്ങൾ അവനെ വലയം ചെയ്താൽ ഈ മറയും നീങ്ങും. അനന്തരം ശേഷിക്കുന്ന എല്ലാ മറകളും അല്പാൽപം നീങ്ങി അത്യുന്നത സ്ഥാനം പ്രാപിക്കും. മേൽ പറഞ്ഞവ ഗ്രഹിച്ചാൽ പശ്ചാത്താപം കൊണ്ടല്ലാതെ അള്ളാഹുവിനെ പ്രാപിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകും. ബുദ്ധിപരമായും പ്രാമാണികമായും നിർബന്ധമാണ് പാപത്തിൽ നിന്ന് പശ്ചാത്തപിക്കൽ. അള്ളാഹു സർവദോഷങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി ഉന്നത വിജയം വരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.